ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. അൻവർ MLA ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് PMA സലാം. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവർ MLA ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തു പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഇനിയും പറയാനുണ്ട് എന്നാണ് MLA പറയുന്നത്. CPI പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പൂരം കലക്കലിൽ അന്വേഷണം ADGPയെ ഏൽപ്പിച്ചത് കള്ളന് താക്കോല് കൊടുക്കും പോലെയാണ്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് UDF സമരപ്രഖ്യാപനം നടത്തും. MLA ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം. അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ലീഗിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടില്ല, ലീഗ് അൻവറിനെ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ഈ സാങ്കല്പികമായ ചോദ്യങ്ങൾ? അൻവർ അങ്ങനെയല്ല പറഞ്ഞത്. മണ്ഡലം പ്രസിഡന്റ് ഒരു സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോഴേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല. അല്ല, അൻവർ പറഞ്ഞതാ. അൻവർ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളല്ലേ പുറത്തിട്ടത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സ്വാഗതം എന്നൊരു വാക്കുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, അത്തരമൊരു പ്രതികരണം നടത്തിയപ്പോൾ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പൊ അൻവറിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ? അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കുന്നതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPM-ന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPM-നെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.